ഒരു 10-20 വർഷം മുമ്പ് എഴുതിയ ഒരു കവിതയാണ്. ഈ കവിതയുടെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഞാൻ ശ്രീകൃഷ്ണചരിതം, പരശുരാമായണം, അയ്യപ്പചരിതം തുടങ്ങിയ കാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ദില്ലിയിലെ പല ക്ഷേത്രങ്ങളിലും പാടി ഹരികഥ എന്ന രീതിയിൽ അവതരിപ്പിക്കും. അങ്ങനെ എനിക്ക് രോഹിണി അമ്പലത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം അവസരം കിട്ടിയിട്ടുള്ള. ഐശ്വര്യ ഗണപതി, കേശവപുരം, പിന്നെ ദിർഷത് ഗാർഡൻ, പുഷ്പവിഹാറിലെ ക്ഷേത്രം, ശാസ്താക്ഷേത്രം, ഇവിടെയൊക്കെ ഉണ്ട്. ഒരു പ്രാവശ്യം ഈ രാസലീല പാടി അവതരിപ്പിക്കുവാൻ എനിക്ക് മയൂർവിഹാറിലെ സപ്താഹത്തിൻ്റെ മധ്യേ ഉച്ച സമയത്ത് അല്പം സമയം ശ്രീ ചൈതന്യജിയുടെ സപ്താഹം നടക്കുന്ന സമയത്താണ്. അതിനുശേഷം അവിടെ പല പ്രാവശ്യം ഞാൻ അപേക്ഷയൊക്കെ കൊടുത്തു, പക്ഷേ അപ്പോഴൊന്നും തന്നില്ല. അപ്പം മാധവൻ നായർ സാർ ആണ് അന്നത്തെ പ്രസിഡന്റ്. ഈ സപ്താഹത്തിന് എനിക്ക് അവതരിപ്പിക്കാൻ സമയം കിട്ടിയത് ശേഖരവാര്യർ സാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. അപ്പം ഒരു പ്രാവശ്യം കൂടി എഴുതി കൊടുക്കാൻ, അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. ആ പ്രാവശ്യം ഞാൻ കവിതയായിട്ട് അപേക്ഷ എഴുതി കൊടുത്തു. അപ്പം പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്നു. പക്ഷേ ഒരു ദിവസം മണ്ഡലകാലമാണ്, രോഹിണി ക്ഷേത്രത്തിൽ മയൂർവിഹാറിലെ നോട്ടീസ് ഞാൻ കണ്ടപ്പോഴാണ് എൻ്റെ പേരില്ല, അപ്പം എനിക്കും കിട്ടിയില്ല. അപ്പം ഞാൻ മാധവൻ നായർ സാറിനെ വിളിച്ച് ഒരു കവിത അവതരിപ്പിച്ചു, കേട്ടു, കവിത ചൊല്ലി. ആ കവിതയാണ് ഇത്. അത് കുറച്ച് ലൈനെ ഞാൻ അദ്ദേഹത്തെ ചൊല്ലിക്കേൽപ്പിച്ചു, മുഴുവൻ ഞാനിവിടെ പാടുകയാണ്. എൻ്റെ നിരാശയും ദേഷ്യവും ഒക്കെ മാധവൻ നായർ സാറിനോട് മാത്രമല്ല, കണ്ണനോടുണ്ടായി. അപ്പോഴേ ഇങ്ങനെ എഴുതി: കല്ലാണ് നിന്റെ നെഞ്ചങ്കല്ലിൽ മെനഞ്ഞതാമം കാരുണ്യഹീനമായ കണ്ണന്റെ സന്നിധാനം. മാറ്റങ്ങളൊന്നുമില്ലേ മാധവൻ നായരിലും, വേദമിശേഖരന്റെ ഭാരവാഹിത്വമത്രേ. തെല്ലന്നുരച്ചിനായി തന്നെനിക്കന്നു വേദി, തെല്ലന്നുരച്ചിനായി തന്നെനിക്കന്നു വാര്യ. ദേവരെ വാഴ്ത്തിടാനായി തെല്ലു നേരം കനിഞ്ഞു, അല്ലെങ്കിൽ എത്ര നാളായി കാത്തിരിക്കുന്ന ഇത്തല. തെല്ലും കനിഞ്ഞതില്ലേ കാരുണ്യമൂർത്തി കണ്ണൻ. എൻ്റെ പേര് ശിവകുമാർ ഐത്തല എന്ന പേരിലാണ്. ഞാൻ 2 കൊല്ലം ഇവിടെ ഡൽഹിയിലെ ജനകീയ കവിതാവേദിയുടെ പ്രസിഡന്റുമൊക്കെ ആയിരുന്നു. അത് തഴക്കര രാധാകൃഷ്ണൻ സാർ എൻ്റെ ഒരു പ്രസ്ഥാനമാണത്. ദില്ലിയിലെ എല്ലാ ഭാഗത്തും മാസത്തിൽ ഒരു കവിയരങ്ങ് അന്ന് നടത്തിയിരുന്നു. ഈ അടുത്ത കാലത്തും പുള്ളിക്ക് വയ്യായെങ്കിലും പുള്ളിയുടെ വീട്ടിൽ വെച്ചൊരു കവിയരങ്ങ് നടത്തുകയുണ്ടായി. അതാണ് ഇവിടെ സ്മരിക്കുന്നത്. തെല്ലന്നുരച്ചിനായി തന്നെനിക്കന്നു വാര്യർ, ദേവരെ വാഴ്ത്തിടാനായി തെല്ലു നേരം കനിഞ്ഞു, അല്ലെങ്കിൽ എത്ര നാളായി കാത്തിരിക്കുന്ന ഇത്തല. തെല്ലും കനിഞ്ഞതില്ലേ കാരുണ്യമൂർത്തി കണ്ണൻ. ഇന്നെന്റെ ഉറക്കമെല്ലാം തല്ലിക്കെടുത്തു കണ്ണൻ. ഇന്നലെ കണ്ടു ഞാൻ ആ മണ്ഡലത്തിന്റെ പത്രം. തന്നില്ലെനിക്ക് നിങ്ങൾ കണ്ണന്റെ സന്നിധിയിൽ, തമ്പുരാൻ ത്വച്ചരിത്രം പാടുവാൻ വേദിയൊന്ന്. കാരുണ്യമൂർത്തിയാണ് ഈ മാധവൻ നായരെന്ന് പണ്ടു ഞാൻ കേട്ടതുണ്ട് കേരള ഹൗസിൽ വെച്ച്. പാടിപ്പുകഴ്ത്തിടാൻ ഞാൻ മാധവൻ മഹിമയെല്ലാം, ആരും പറഞ്ഞിടാത്ത അവധാന ചരിതമെല്ലാം. മാധവൻ 2 പേരും തുല്യരാണിന്നെനിക്ക്, കല്ലിലും തെല്ലുമില്ല കാരുണ്യമൊട്ടുമില്ല. മാധവനെ പൂജിക്കേണ്ടതുണ്ടോ? പാമരൻ ഭക്തനെന്നെ പാടുവാൻ ത്വച്ചരിത്രം ഐത്തം വിധിച്ചിരുന്നു. ഐത്തലയ്ക്ക് അമ്പലത്തിൽ മാനവൻ മാധവന്റെ വനസാരഥ്യമെന്ന്. തെല്ലും കനിഞ്ഞതില്ലേ തമ്പുരാൻ കാർവർണ്ണനും, നൽകുമോ കൽത്തുറുങ്കി പാമരൻ ഭക്തനൊന്ന്. തഞ്ചത്തിൽ എന്റെ പേരിൽ കേസൊന്നു എഴുതിടാനായി തമ്പുരാൻ ചൊല്ലിടണേ മാധവൻ നായരോട്. പണ്ടു ഞാൻ കൽത്തുറുങ്കിൽ പാർത്തതാണ് അല്പകാലം, അത് കൽത്തുറുങ്കിൽ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയല്ല. പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ 1 ദിവസം കൊടുത്തു. അത്
സ്വന്തം നാട്ടിലല്ല, വൈപ്പിങ്കര ഞാൻ RSS പ്രചാരകമായിരിക്കുമ്പോഴാണ് നിലയ്ക്കൽ പ്രശ്നം ഉണ്ടാകുന്നത്. നിലയ്ക്കൽ ശിവക്ഷേത്രത്തിന് മുമ്പിൽ കുരിശ് നാട്ടിയ സംഭവം. അതിൽ അന്ന് 10-70 സ്വയം സേവകരോടൊപ്പം സത്യാഗ്രഹം നടത്തി അറസ്റ്റ് വരിച്ച് പള്ളിപ്പുറം ചെറായി സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവിടെ ഒരു ദിവസം വൈകോളം കിടന്നു. അങ്ങനെ പിന്നെ എല്ലാവരും പറഞ്ഞു വിട്ടു. കാരണം ആലുവ വിഭാഗിലെ അന്നത്തെ തീരുമാനം ജാമ്യം എടുക്കാൻ തയ്യാറുള്ള ആരും പരിപാടിക്ക് വരണ്ട, സത്യാഗ്രഹത്തിന് വരണ്ട എന്നായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം ആലുവ ജില്ലയിൽ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലുള്ള ആ പ്രദേശത്തെല്ലാം പോലീസ് സ്റ്റേഷനിലെല്ലാം കവിഞ്ഞു ഒന്നും കൊള്ളാത്ത ഒരവസ്ഥയിൽ. അതുകൊണ്ട് ജയിലിൽ പോകേണ്ടി വന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. തഞ്ചത്തിലെന്റെ പേരിൽ കേസൊന്നെടുത്തിടാനായി തമ്പുരാൻ ചൊല്ലിടേനെ മാധവൻ നായരോടെ പണ്ടു ഞാൻ കൽത്തുറുങ്കിൽ പാർത്തതാണ് അല്പകാലം നിലയ്ക്കലെ തമ്പുരാന്റെ കാരുണ്യം ഒന്നിനാലെ. ഇതുകൂടാതെ ഒരു പ്രാവശ്യം കൂടി ഞാൻ പൂജപ്പുര ജയിലിൽ ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞു. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കരമന NSS ഹൈസ്കൂളിൽ RSSന്റെ ക്യാമ്പ് നടന്ന കാലം OTC നടക്കുമ്പോൾ RSSന്റെ ഫൈനൽ ഒരു റൂട്ട് മാർച്ച് ഉണ്ട്, അതിന്റെ സമാപനം. അത് കരുണാകരൻ ഗവൺമെന്റ് നിരോധിച്ചു. അന്ന് തിരുവനന്തപുരം മുഴുവൻ റൂട്ട് മാർച്ചായിരുന്നു. മുണ്ടു കൊടുത്തു വന്ന് എല്ലാവരും ഓരോ സ്ഥലത്ത് ചെന്നിട്ട് റൂട്ട് മാർച്ച്. ഞങ്ങൾ ക്യാമ്പിൽ 3000-ഓളം പേരുണ്ടായിരുന്നു. ആ മുഴുവൻ ആൾക്കാരെ അറസ്റ്റ് ചെയ്തു പൂജപ്പുര മൈതാനത്ത് കൊണ്ട് ഇട്ടു. എന്നിട്ടും ക്യാമ്പിൽ നിന്ന് തന്നെ ഭക്ഷണം കൊണ്ടുവന്ന് എല്ലാവർക്കും നിർത്താവുന്നവരെ നേരെ വെളുത്തത്തെ എല്ലാവരും വിടുകയും ചെയ്തു. അതാണ്. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ ജീവിതത്തിലെ പോലീസ് സ്റ്റേഷനിലെ അല്ലെങ്കിൽ ലോക്കപ്പിൽ കിടന്നു. പോലീസ് സ്റ്റേഷനിൽ ഒത്തിരി പ്രാവശ്യം പോയിട്ടൊക്കെ ഉണ്ട്. ഒരു RSS പ്രകാരം ആവാതിരിക്കാൻ പറ്റിയല്ലോ. തെല്ലും കനിഞ്ഞതിൽ തമ്പുരാൻ കാർവർണ്ണൻ നൽകുമോ കൽത്തുറങ്കി പാമരൻ ഭക്തനെന്നെ തഞ്ചത്തിൽ എന്റെ പേരിൽ കേസം നിലത്തിലാണ് തമ്പുരാൻ ചൊല്ലിടേനെ മാധവൻ നായരോടെ പണ്ട് ഞാൻ കൽത്തുറങ്കിൽ പാർത്തതാണ് അല്പകാലം നിലയ്ക്കൽ തമ്പുരാന്റെ കാരുണ്യമുതിനാലെ. ഇന്നും കിടന്നിടാനായി മോഹമുണ്ടല്പമെന്നിൽ കാരാഗൃഹത്തിലൽപ്പം കാലം കഴിച്ചിടേണം. പണ്ടങ്ങ് ഉദിച്ചതില്ലേ കംസന്റെ കൽത്തുറുങ്കിൽ പണ്ട കണക്കു നീയൻ ചിത്തിൽ പിറന്നിടേണേ. നീ എന്റെ ഒപ്പം നീ കൽത്തുറങ്കിൽ വസിച്ചാൽ ഞാനും കൃതാർത്ഥനായി കീർത്തനങ്ങൾ രചിക്കും. ഫൽഗുനൻ ചൊല്ലിയില്ലേ പരുഷങ്ങൾ അങ്ങയോടെ പാരം പരുഷമെന്നും ഞാനും പറഞ്ഞുവല്ലോ. മാപ്പാക്കിടണമേ മാധവ തമ്പുരാനെ, മാപ്പാക്കിടല്ലെനിക്കേ മാധവൻ നായരേ നീ. ഇതാണ് ആ കവിത.